ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതായ ഒരു മഷ്റൂമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതായത് ഹൈദരാബാദി മഷ്റൂം മസാല റെസിപ്പി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രെഡ് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച ശേഷം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഒരു 200 ഗ്രാംസ് ഓഫ് മഷ്റൂംസ് അത് ഇടുക. അതോടൊപ്പം തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായ ക്യാപ്സിക്കം ഞാനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടു. അത് രണ്ടും കൂടെ ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കുക. 4 മിനിറ്റ്സ് കഴിഞ്ഞു. ഇതുപോലെ വഴറ്റി എടുക്കുക. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ആ സെയിം പാനിൽ തന്നെ ഒരു 1 ടേബിൾ സ്പൂണ് ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിൽ നമുക്ക് എടുക്കാം. ടോട്ടൽ 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സാജീരകം. അത് ഇതില്ലാത്തവർ മറ്റേ നമ്മളുടെ മറ്റേ ജീരകമല്ല, ക്യുമിൻ സീഡ്, അത് യൂസ് ചെയ്യുക. ഇതൊരു 30 സെക്കൻഡ്സ് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇതിൻ്റെ ആ റോസ് സ്മെല്ല് മാറിക്കിട്ടി. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതായ അനിയൻ ചോപ്പ് ചെയ്തത് ഇടുന്നു. അത് ഒരു 2 to 3 മിനിറ്റ്സ് വഴറ്റുക. അനിയൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായ ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ചേർക്കുക. അതും ഇതേപോലെ നന്നായിട്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ ചില്ലി ഒരെണ്ണം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ടി ഒന്ന് സ്ലിറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്മോൾ പീസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. ഇത് നന്നായിട്ട് ഈ ടൊമാറ്റോ കുക്ക് ചെയ്യുന്നിടം വരെ വഴറ്റുക. ഇത് ചെറിയ തീയിൽ വെക്കുക. ഇത് നന്നായിട്ട് കുക്കാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മിക്സിയിലിട്ട് ഒന്നിൽ അത് പൗഡറാക്കാം, അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള്, അത് റോസ്റ്റഡ് ആണ്. ഈ റോസ്റ്റഡ് എള്ളാണ്. അത് അല്ലാത്തവർ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ എനിക്ക് പാക്കറ്റ് റോസ്റ്റഡ് കിട്ടിയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് കപ്പലണ്ടി, അതും റോസ്റ്റഡ് ആണ്. ഇത് വന്ന് 2 ടേബിൾ സ്പൂണ് ഈ കോക്കനട്ട്, ഡ്രൈ കോക്കനട്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ്. അതായത് പീനട്ട്, അത് കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത്, അതുപോലെ വെളുത്ത എള്ള് റോസ്റ്റ് ചെയ്തത്, പിന്നെ കോക്കനട്ട്. ഈ ഡ്രൈ കോക്കനട്ട് ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും യൂസ് ചെയ്താൽ മതി. അത് ഇതിനോട് ആവശ്യത്തിനനുസരിച്ചുള്ളതായ വെള്ളം ചേർത്ത് ഞാൻ അരച്ച് കൊണ്ടുവരാം. ടൊമാറ്റോ എല്ലാം കുക്കായി. ഇതും ഏകദേശം ഒരു ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഒരു 4 മിനിറ്റ്സ് എടുത്തു ഈ സ്റ്റേജിലേക്ക് വരാനായിട്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ.
ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറ്റാൻ ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറി ലീഫ് ഇടുക. അതിട്ട് ഒന്നുകൂടെ വഴറ്റുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചെക്ക് ചെയ്തിട്ടിടുക. 1 ടീസ്പൂണാണ് ഉപ്പിട്ടേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഇത് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതായത് ആ ഓയിൽ അതിൻ്റെ ടോപ്പിൽ വരുന്നിടം വരെ ചെറിയ തീയിലിട്ട് നമുക്കത് ഒരു മൂടി വെച്ച് കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ ഈ ഓയിലിൽ ഇത് ചെയ്തിട്ടുള്ള സോട്ടേ ചെയ്തിട്ടുള്ളതായ മഷ്റൂമും ക്യാപ്സിക്കവും ഇടുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് എടുത്തിട്ടുള്ളതായ പീനട്ട്, വൈറ്റ് എള്ള്, കോക്കനട്ട്, ഡ്രൈ കോക്കനട്ട്, അത് പേസ്റ്റാക്കി എടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ കുറച്ച്, അതായത് ഇതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് അപ് ടു യു എന്ന് വെച്ചാൽ നമ്മൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഞാൻ എന്തായാലും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നല്ലതായിട്ട് ജോയിൻ ചെയ്ത ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് മതി ഇത് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഓൾറെഡി ഈ പറയുന്ന മഷ്റൂമും ക്യാപ്സിക്കവും സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒരു 2 to 3 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വേണ്ട. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി 2 കാര്യം കൂടെ നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. ഒന്ന്, ഒരു 1 ടീസ്പൂണ് ഗരം മസാല പൊടി, അഥവാ തിക്കായി തോന്നുന്നെങ്കിൽ അങ്ങനെ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അല്പം തിളച്ച വെള്ളം ചേർത്താൽ മതി, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്. പക്ഷെ ഇത് കറക്റ്റാണ്. പിന്നെ 1 ടീസ്പൂണ് കസൂരി മേത്തി. ഇത് ഓപ്ഷനിലാണ്. ഇതുള്ളവർ ഉപയോഗിക്കുക, ഇല്ലാത്തവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇച്ചിരി കറി ലീഫ് ഇട്ടാൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ നോർമലി ഇവരിത് യൂസ് ചെയ്യും, ഹൈദരാബാദികൾ. നല്ലതായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഈ അളവിൽ ശരിക്കും 4-5 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മേളിലായിട്ട് ഒരു 1 ടീസ്പൂൺ, ഹാഫ് മുതൽ മതി, 1/2 ടീസ്പൂൺ to 1 നല്ല നെയ്യ് അതിൻ്റെ മേളിൽ ഒഴിച്ചു. പിന്നെ അല്പം കറി ലീഫ് ഇട്ട് ഗാർണിഷ് ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ സ്വല്പം കസൂരി മേത്തി. അങ്ങനെ എന്താ പറയുക, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു ഇതാണ്. അതുപോലെ തന്നെ റൊട്ടി, പ്ലെയിൻ നാന്, പറാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരിക. ഇനിയും ഈ മഷ്റൂം തന്നെ നമുക്ക് ഒത്തിരി റെസിപ്പി ചെയ്യാം. അത് 1 by 1 ആയിട്ട് ഞാൻ ഓരോ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. താങ്ക് യു. ടേക്ക് കെയർ.